പശ്ചിമേഷ്യൻ വാറ് കൊടുമ്പിരി കൊള്ളാൻ പോവുകയാണ്. അതിൻ്റെ സൂചനകളൊക്കെ തന്നു കഴിഞ്ഞു. അതായത് സീസ് ഫയർ ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ഫ്രജൈൽഡായിരുന്നു. കാരണം തക്കതായ ഒരു 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 പ്രോപ്പറായിട്ടുള്ള സീസ് ഫയർ എഗ്രിമെൻ്റ് ഒന്നും അല്ലായിരുന്നു ഇറാനും അമേരിക്കയും തമ്മിൽ നടത്തിയത്. അത് കംപ്ലീറ്റ് ആയിട്ടങ്ങ് പൊളിഞ്ഞു. അതിനുശേഷം അമേരിക്ക ഏകദേശം 300ഓളം ടാർജറ്റുകൾ, അതായത് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 300ഓളം ടാർജറ്റുകളാണ് ഇറാനിൽ നടത്തിയത്. ഈ രണ്ടാമതൊരു സംഭവമുണ്ട്. അതായത് അമേരിക്ക ഇപ്രാവശ്യം ടാർജറ്റ് ചെയ്തിരിക്കുന്നത്, അടിച്ചിരിക്കുന്നത് ഇറാൻ്റെ പോർട്ടുകളാണ്, തുറമുഖങ്ങളാണ്. അപ്പോൾ ആ തുറമുഖങ്ങളുടെ നിങ്ങൾ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, പ്രധാനപ്പെട്ടതും അല്ലാത്തതുമായിട്ടുള്ള പോർട്ടുകളെല്ലാം അറ്റാക്ക് ചെയ്തു. അതായത് അവർ എക്കണോമിക് ഫ്ലോ അതിനെ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യുക. അതേപോലെ ചെറിയ രീതിയിലും, അതായത് മിഡ് സൈസ് ആയിട്ടുള്ള പവർ ജനറേഷൻ, അതായത് നിങ്ങൾക്കറിയാവുന്നതാണ്, അവിടെ ഈ ക്രൂഡും അവരുടെ ഗ്യാസും വെച്ചാണ് അവർക്ക് പവർ കൂടുതലും ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ അവർക്കൊരു ന്യൂക്ലിയർ ബേസ്ഡ് ആയിട്ടുള്ള ഇതുമുണ്ട്, പവർ ജനറേറ്ററുണ്ട്, ജനറേഷനും അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ വലിയ രീതിയിൽ, ചെറിയ രീതിയിൽ മാത്രം. അപ്പം അവിടെയും ഹിറ്റ് ചെയ്തു. മിലിറ്ററി ഇൻസ്റ്റലേഷൻ മാത്രമല്ല, അതായത് ഇറാൻ്റെ എക്കണോമിക്കായിട്ടുള്ള അവരുടെ മുന്നോട്ടുള്ള, അതായത് ഒരു രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ കീ ആയിട്ടുള്ള സംഭവങ്ങളാണ് പോർട്ടുകൾ. സാധനങ്ങൾ അങ്ങോട്ട് അയക്കുക, മറ്റുള്ള ഷിപ്മെൻ്റ് സാധനങ്ങൾ ഇങ്ങോട്ട് വരിക. ആ സെഗ്മെൻറ്റിലൊക്കെയാണ് കയറി അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതിനൊക്കെ ഉപരിയായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ന് ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അതായത് ഹോർമുസ് അമേരിക്ക പിടിച്ചെടുക്കും. അതായത് മറ്റുള്ള രാജ്യങ്ങൾ അതിനെ അമേരിക്കയ്ക്ക് പേ ചെയ്യണം, അമേരിക്ക നടത്തിക്കൊണ്ടുപോകും. അതായത് കൃത്യമായ സൂചന അമേരിക്ക തരുന്നു, അവർ കരയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്, അതായത് ഗ്രൗണ്ട് വാർ. ഇനി നമുക്ക് നോക്കാം എന്താണ് ചൈനീസ് ഡിപ്ലോമാറ്റ്സ് ഏകദേശം ഒരു മാസം മുമ്പ് ഇറാന് കൃത്യമായിട്ടുള്ള സന്ദേശം കൊടുത്തു. അമേരിക്ക ഗ്രൗണ്ട് ബാറ്റിലിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അതേപോലെ അവർ സീസ് ഫയർ എന്ന് പറയുന്നത് ഡെലിബറേറ്റ് ആയിട്ട് സമയം ബൈ ചെയ്യാൻ വേണ്ടി, അതായത് അവർക്ക് സമയം വേണം അവരുടെ ട്രൂപ്പുകളെല്ലാം അറേഞ്ച് ചെയ്യാനും ഒക്കെ വരാനും. കാരണം ഇറാഖ് ബേസ്ഡ് ആയിട്ടാണ്. ഇറാഖിൽ ഏകദേശം 100,000-അടുപ്പിച്ച് അമേരിക്കൻ ഫോഴ്സുകൾ അസംബിൾ ചെയ്തു എന്നാണ് ഈ അടുത്ത സമയത്ത് പോലും ചൈനീസ് ചില ഡിപ്ലോമാറ്റ്സ് ചില വിദേശ പത്രങ്ങൾക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നത്. അതവർ ഇറാനോടും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനൊരു ഭാഗത്ത് ആ സംഭവം നടക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഇറാൻ്റെ സ്പീക്കർ അവരുടെ അസംബ്ലി സ്പീക്കർ എന്ന് പരസ്യമായിട്ട് പറഞ്ഞു, അമേരിക്ക ഗ്രൗണ്ട് ഫോഴ്സ്, അതായത് കരയുദ്ധത്തിന് പൂർണ്ണമായിട്ട് തയ്യാറെടുക്കുന്നു. അപ്പം ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ സമയം ബൈ ചെയ്ത് അതായത് ഇസ്രായേലിന് ഇറാഖിൽ, അതായത് ഈ ഇറാൻ്റെ ബോർഡറുമായിട്ട് ഏകദേശം 100ഓളം കിലോമീറ്റർ അടുപ്പിച്ച് അവർക്ക് ഏകദേശം 3ഓളം ടെമ്പററി ബേസുകൾ അമേരിക്ക നിർമ്മിച്ചു കൊടുത്തേക്കുകയാണ്. കാരണം എന്തെങ്കിലും ഇവൻച്വാലിറ്റി ഉണ്ടെങ്കിൽ ഇസ്രായേലിനും ഇറാനെ കയറി അറ്റാക്ക് ചെയ്യാം. അപ്പം നമ്മൾ നോക്കാം, ഈ പഴയ തലങ്ങളിൽ നിന്ന് ഇറാൻ്റെ റിറ്റാലിയേഷൻ നടന്നു. ഇറാൻ മിസൈൽ വെച്ച് ഈ വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളോടൊക്കെ അറ്റാക്ക് നടത്തി. കുവൈറ്റ്, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, UAE. അവർ സൗദി അറേബ്യ മാത്രം അറ്റാക്ക് ചെയ്തില്ല, ജോർദാൻ ഉൾപ്പെടെ അവർ ഈ മിസൈൽ വെച്ച് അറ്റാക്ക് ചെയ്തു. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന സംഭവം എന്തുവാ, പഴയ ഇറാൻ്റെ ഒരു കേപ്പബിലിറ്റി ഉണ്ട്, ഇഷ്ടം പോലെ മിസൈലും ഡ്രോൺസും വിടാനുള്ള കേപ്പബിലിറ്റി. അത് ഷാർപ്പായിട്ടങ്ങ് ഡിക്ലൈൻ ചെയ്തു. അതേപോലെ തന്നെ മറ്റൊരു വലിയ സംഭവം ഉണ്ടായി. ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ, അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം കുറച്ചും കൂടെ എഫിഷ്യൻസി അവർ കൂട്ടി. കാരണം ഇത്രയും സമയം കിട്ടിയത് പഠിക്കാനും എടുക്കാനും. അതേപോലെ തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ മോണിറ്ററും അവരെ ഗൈഡൻസും കൊടുക്കുന്ന ഇസ്രായേലി ഫോഴ്സാണ്. UAE ആണെങ്കിലും മറ്റു പല ബഹ്റൈൻ ആണെങ്കിലും അറബ് രാജ്യങ്ങളിലും. ആ വലിയൊരു മാറ്റമുണ്ട്. അതാണ് പറയുക, സമയം ബൈ ചെയ്യുകയാണ് ഈ അമേരിക്കയും അതേപോലെ ഇസ്രായേലും. കാരണം ഇവർക്ക് സംഭവങ്ങളൊക്കെ സെറ്റിൽ ചെയ്യണം.
ഒരു കരയുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പം പല പല ആൾക്കാരും ഉദ്ദേശിച്ചൊരു സംഭവമുണ്ട്, ഇസ്രായേലും അമേരിക്കയും തെറ്റിയോ. ഇതൊക്കെ ആളുകളുടെ മുമ്പിൽ കാണിക്കുന്ന ഗിമിക്സാണ്. അതായത് പബ്ലിക്കിൻ്റെ മുമ്പിൽ അവർ തെറ്റിയെന്ന് കാണിക്കുക. പക്ഷെ അവർ ജോയിൻ്റ് ആയിട്ട് എടുത്തൊരു തീരുമാനമാണ് ഈ സംഭവം. കാരണം ലെബനനിൽ തൽക്കാലം അറ്റാക്ക് നിർത്തുക, കൂടുതൽ കോൺസെൻട്രേഷൻ ഇറാനിലോട്ട് കൊടുക്കുക, അതായത് മാസീവായിട്ടുള്ള ഫോഴ്സുകളെ ഡിപ്ലോയ് ചെയ്യുക, മറ്റുള്ള വെപ്പൺസ് കൊണ്ടുവരിക. ഇതിന് സമയം വേണം. അതായത് ഹോർമുസ് മാത്രമല്ല, കർഗ് ഐലൻഡ് അവർ പിടിച്ചെടുക്കും. എങ്ങനെയാണ് അമേരിക്ക ഇറാഖ് പിടിച്ചെടുത്തത്, അതേ രീതിയിലുള്ള സംഭവമാണ് ഇറാനിൽ നടക്കാൻ പോകുന്നത്. ഇനി മറ്റൊരു സംഭവം, ഇന്നത്തെ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഏറ്റവും രസകരമായ ഒരു എക്സ്ക്ലൂസീവ് ആർട്ടിക്കിൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇറാൻ്റെ പഴയ പ്രസിഡന്റ് അഹമ്മദ് നിജാദ്, അദ്ദേഹത്തെ പോലും ഇസ്രായേലി ചാരന്മാര് കണ്ട് സംസാരിച്ച്, അതായത് റെജീം ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ ഇയാളെ, അതായത് ഇതിലെ കടുത്ത ഇസ്ലാമിക ഷിയ പക്ഷക്കാരനാണ്, ഒരു ഹാർഡ് കോറാണ്, ഇയാളെ തിരിച്ചു കൊണ്ടുവരാനുള്ള പരിപാടികൾ തന്നെ ഒരു ഭാഗത്ത് നടക്കുകയാണ്. ഇത് ന്യൂയോർക്ക് ടൈംസ് കൃത്യവും വ്യക്തമായിട്ട് ലേഖനത്തിലാണ് ഇത് പറയുന്നത്. നിങ്ങൾ ആ ലേഖനം ഒന്ന് വായിച്ചു നോക്കണം. അപ്പം ഇസ്രായേലി ചാരന്മാര്, അപ്പോൾ അവിടുത്തെ ഒരു മുൻ പ്രധാനമന്ത്രിയെ അവിടെ റിജീം ചേഞ്ച് കൊണ്ടുവന്ന് അവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഇറാൻ്റെ ടെറൈൻ്റെ അകത്ത് മുഴുവനും ഇസ്രായേലി ചാരന്മാർ തന്നെയാണ്. ആ ആർട്ടിക്കിൾ പറയുന്നത് എന്താണ്, ഈ അഹമ്മദി നിജാദിൻ്റെ ആ ക്യാമ്പസിൽ ബോംബ് ചെയ്യുന്നു വാറുണ്ടായ സമയത്ത്. എന്നിട്ട് 2ഓളം കാറുകൾ വന്നിട്ട് ഇയാളെ പൊക്കിയെടുത്തുകൊണ്ടങ്ങ് പോയി, എവിടെയോ കൊണ്ടുപോയി, ഇയാളുമായിട്ട് സംസാരിച്ചു. അതിനു മുമ്പുണ്ടായ സംഭവം എന്താണ്, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2024 ആ സമയത്ത് ബുഡാപെസ്റ്റ്, ഹംഗറിയിൽ വെച്ച് ഗ്ലോബലായിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചുമായിട്ടുള്ള ബന്ധപ്പെട്ട കോൺഫറൻസ് നടക്കുന്നു. അപ്പോൾ ഹംഗേറിയൻ ഗവൺമെൻറ് അതിൻ്റെ ഗസ്റ്റായിട്ട് ഈ ഇറാൻ്റെ പഴയ പ്രസിഡന്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ആ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇയാളുടെ ഹോട്ടലിൽ താമസിക്കുന്നത് ഈ മൊസാദിൻ്റെ ഡയറക്ടറാണ്. അയാളുമായിട്ട് സംസാരം തുടങ്ങി. അതിനുശേഷം ഗോട്ടിമാലയിൽ ഇതേ പഴയ പ്രസിഡന്റ് പോകുന്ന സമയത്തും അവർ വീണ്ടും സംസാരമുണ്ടായി. അതായത് മനസ്സിലാക്കുക, ഇറാൻ്റെ ഭരണകൂടത്തിനകത്തും പുറത്തും മുഴുവനും ഇസ്രായേലി ചാരന്മാർ നുഴഞ്ഞു കയറിയേക്കുവാണ്. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉള്ളത്. ഈ ഒരു സന്ദർഭം വളരെ കൃത്യമായ അവസരമാണ്. കാരണം റഷ്യ എന്ന് പറഞ്ഞ രാജ്യം, അവർക്കൊരു കാരണവശാലും ഈ പറയുന്ന ഇറാനെ സഹായിക്കാൻ പറ്റത്തില്ല. കാരണം റഷ്യ കഴിഞ്ഞ 4 വർഷം കൊണ്ട് വാറിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോയത് കഴിഞ്ഞ 30 ദിവസം കൊണ്ടാണ്. റഷ്യയുടെ 13ഓളം റിഫൈനറികൾ തൊലഞ്ഞ് നാശമായിപ്പോയി. റഷ്യയുടെ എക്കോണമി മോശമായിപ്പോയി. അവരുടെ വെപ്പൺസ് ഏറ്റവും കൂടുതൽ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. അവരുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന ക്രീമിയ 2014 ഉക്രൈനിൽ നിന്ന് അവരെടുത്തു മാറ്റിയതാണ്. അവരുടെ പക്ഷത്തോട്ട് കൊണ്ടുവന്ന ദ്വീപാണ്. അത് അവരുടെ കയ്യിൽ നിന്നും പോകാൻ പോകുന്നു. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന കൃത്യമായ അമേരിക്കൻ സ്ട്രാറ്റജിയാണ് ഈ സമയം ഇറാനെ പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കുക. അത് പിടിച്ചെടുത്ത കർഗ് ഐലൻഡ്, ഈ സംഭവങ്ങളെല്ലാം അമേരിക്കയുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്ലോബൽ ഓയിൽ ഏകദേശം 90% നിയന്ത്രിക്കുന്ന അമേരിക്കയായിരിക്കും. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അമേരിക്കയിൽ തന്നെ പ്രസിഡന്റ് ട്രംപിന് മുകളിൽ ഭയങ്കര സമ്മർദ്ദം ഉണ്ടായേക്കുവാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള ലീഡേഴ്സും അതിനെ അനുകൂലിക്കുന്ന മുൻ പട്ടാള ജനറൽമാരും പറയുന്നത് ഇനിയും ഈ പറയുന്ന ഇറാനെ വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല, അതിനൊരു റിസൾട്ട് ഉണ്ടാണ്. ജനറൽ കീൻ, അപ്പം അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനൊരു സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഇനി ഈ ഫർദർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് തന്നെ ഗ്ലോബലായിട്ട്, കാരണം പ്രതിച്ഛായ മാറും സ്വന്തം രാജ്യത്ത്. കാരണം അമേരിക്കയെ പിന്തുണയ്ക്കുന്ന റിപ്പബ്ലിക്കൻസ് ആണെങ്കിലും പ്രത്യേകിച്ച് അവിടുത്തെ ഡിഫൻസ് ഫോഴ്സിന് അകത്തും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ പൂർണ്ണമായിട്ടും ഒരു കരയുദ്ധം നടത്തി ഇറാനെ പിടിച്ചെടുക്കുക, ഹോർമുസ് കംപ്ലീറ്റ് അമേരിക്കൻ കസ്റ്റഡിയിലാക്കുക, ഇറാൻ്റെ ഓയിൽ അമേരിക്കയുടെ കയ്യിലാക്കുക. ഒരു കാര്യമുണ്ട്, G7 ഉച്ചകോടിയിൽ പല അറബ് നേതാക്കളും പങ്കെടുത്തു.
ഇവരെല്ലാം തന്നെ അമേരിക്കയോട് ആവശ്യപ്പെട്ടത് ഹോർമൂസ് അമേരിക്ക പിടിച്ചെടുക്കുക. അതിനെന്തിപ്പോൾ എന്ത് ഇറാൻ അറ്റാക്ക് ചെയ്യുകയാണെങ്കിലും മിസൈൽ വരുവാണെങ്കിൽ അവരത് സഹിക്കാം. പക്ഷെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഹോർമൂസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇറാന്റെ വിലപേശൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് ഹോർമൂസ് അവർ പിടിച്ചെടുക്കാൻ പോവുകയാണ്. അതായത് മനസ്സിലാക്കുക, വലിയ രീതിയിൽ വാറുണ്ടാകും. ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യയിൽ ജീവിക്കുന്ന മലയാളികൾ ഇന്ത്യക്കാരെ വല്ലാത്ത രീതിയിൽ ബാധിക്കും. എക്കോണമി ഉറപ്പായിട്ടും അത് ബാധിക്കും. എത്ര നാളിത് നീണ്ടു നിൽക്കും അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇതിനൊരു തീരുമാനം എത്രയും പെട്ടെന്നുണ്ടാകും എന്ന് തന്നെയാണ് ഗ്ലോബൽ എക്സ്പേർട്ടുകൾ, അതായത് സ്ട്രാറ്റജിക് എക്സ്പേർട്ടുകൾ പറയുന്നത്.